ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഹനീദിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മക്ലൂബയ്ക്കും മധുഹൂത്തിനും ശേഷം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ചിക്കൻ ഹനീദ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എങ്കിൽ നമുക്ക് റെസിപ്പിയിലോട്ട് കിടന്നാലോ. അതിനായിട്ട് നമ്മളിവിടെ 2 വലിയ സവാള, ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കം, ഒരു ടേബിൾ സ്പൂൺ ഹോൾ പെപ്പർ, ഒരു ടേബിൾ സ്പൂൺ ഹോൾ കൊറിയാൻഡർ, ഏലക്കായ, ഒരു ടീസ്പൂൺ ജീരകം, ഗ്രാമ്പു, ഉണക്കനാരങ്ങ, 2 മാഗി ക്യൂബ്സ്, 1 കിലോ ബസ്മതി റൈസ്, 1.5 കിലോ ചിക്കൻ വലിയ പീസസായി കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. എങ്കിൽ നമുക്ക് റെസിപ്പിയിലോട്ട് കിടന്നാലോ. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ചേർത്തൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ട് വേണം ഇതെല്ലാം വറുക്കാനായിട്ട്. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായി നമ്മളിവിടെ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫോർക്ക് കൊണ്ട് അതൊന്ന് കുത്തി കൊടുക്കാം. മസാലയെല്ലാം ഉള്ളിലേക്ക് നന്നായി പിടിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന പോട്ടിലേക്ക് ചിക്കൻ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സ്പൈസസിൻ്റെ മിക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർക്കാം. മാഗി ക്യൂബ്സ് ആഡ് ചെയ്യാം. ഒരു ചെറുനാരങ്ങയുടെ നീരൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണേ. മിക്സിങ്ങിലാണ് കേട്ടോ കാര്യം. എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ച് ചിക്കൻ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ചിക്കനും സ്റ്റോക്കും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെയിം പോട്ടിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്യണം. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ഫ്രൈ ചെയ്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ഓയിലിലേക്ക് കുറച്ച് ഏലക്കായ, ഗ്രാമ്പു ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. സവാള നല്ലോണം കാരമലൈസ്ഡ് ആയിട്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നല്ലോണം വഴറ്റിയ ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം ഉണക്കനാരങ്ങയും അരി വേവാൻ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്കാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അനുപാതത്തിലാണ് എടുത്തിട്ടുള്ളത്. ബാക്കി നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. വെള്ളം നന്നായി തിളച്ച ശേഷം കഴുകി വൃത്തിയാക്കി 1 മണിക്കൂർ കുതിർത്തെടുത്ത് അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണേ, അരി വെന്തുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയതാ. നമ്മുടെ റൈസ് ഇവിടെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം ചിക്കൻ്റെ മസാലയെല്ലാം റൈസിലോട്ട് നന്നായി ഇറങ്ങി റൈസിൻ്റെ സ്വാദ് കൂടാനായിട്ട് സഹായിക്കും. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ
നമ്മുടെ ഹണി ഇതിവിടെ റെഡി ആയിട്ടുണ്ടേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ കിച്ചണിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി കൂടിയാണേ. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായവർ കമൻറ്റിൽ അറിയിക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ. താങ്ക്